ജോയിൻറ്റ് കൗൺസിലിൻ്റെ സംസ്ഥാന സെക്രട്ടറി എസ് സജീവ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എസ് സജീവ്, അങ്ങയോട് 2-3 ചോദ്യങ്ങൾ തുടരെ ചോദിക്കണം എന്നാഗ്രഹമുണ്ട്. കാരണം CPIയുടെ നേതാക്കന്മാരെ പലരെയും ഞങ്ങൾ സമീപിച്ചു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ആരും കൃത്യമായ മറുപടി തന്നില്ല. യുവജന സംഘടനകളുടെ നേതാക്കളാകട്ടെ ഇന്ന് ചേർത്തലയിൽ ലഹരി വിമുക്ത പരിപാടി, ഒരു വലിയ പരിപാടിയാണ്, അതിലേക്ക് പങ്കെടുക്കാൻ പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങാണ് കൃത്യമായി CPI സഹയാത്രികൻ എന്ന നിലയ്ക്ക്, ജോയിൻറ്റ് കൗൺസിൽ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇവിടേക്ക് എത്തിയത്. ശ്രീ എസ് സജീവ്, ഈ CPIയിൽ 2 അഭിപ്രായമുണ്ട്. അതായത് കാനം അവകാശമാണെന്ന് പറയുമ്പോഴും നമുക്ക് അന്വേഷിക്കാം, പരിശോധിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ CPIയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറഞ്ഞത് റവന്യൂ വകുപ്പിൽ എന്തോ കുഴപ്പം നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ MLA ശ്രമിക്കുന്നു എന്നാണ്. ഈ ജോയിൻറ്റ് കൗൺസിലിന് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ്? ഇക്കാര്യത്തിൽ ജോയിൻറ്റ് കൗൺസിലിൻ്റെ നിലപാട് ഞങ്ങൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കേണ്ട ഇടമാണ് എന്ന് തന്നെയാണ് ജോയിൻറ്റ് കൗൺസിലിൻ്റെ അഭിപ്രായം. അവിടെ ആളുകൾ കൂട്ടത്തോടെ, ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്ത് പോകുമ്പോൾ ഓഫീസിൻ്റെ പ്രവർത്തനം താറുമാറായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി തന്നെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 5 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് കർശനമായ നടപടി അതിനകത്ത് എടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഉപചോദ്യമുണ്ട്. പറയാനില്ല. അതായത് ഈ സംഘടനകളുടെയൊക്കെ ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനം ഒക്കെ നടക്കുമ്പോൾ ഓഫീസിൽ നിന്ന് പ്രതിനിധികൾ കൂട്ടമായി അങ്ങോട്ട് പോകാറില്ലേ? കൂട്ടമായിട്ട് പോകാറില്ല. സമ്മേളനത്തിൽ പ്രതിനിധികളെയാണ്, അങ്ങ് പറഞ്ഞതുപോലെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ തന്നെ ഈ സംസ്ഥാന തലത്തിലെയും ജില്ലാ തലത്തിലെയും സമ്മേളനങ്ങൾ കഴിയുന്നിടത്തോളം അവധി ദിവസങ്ങൾ ചേർത്താണ് എടുക്കുന്നത്. പൊതു അവധികൾ കൂടെ നിശ്ചയിച്ചുകൊണ്ടാണ് ആ ദിവസങ്ങൾ വരത്തക്ക രീതിയിലാണ് സംഘടനകളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ഈ മേഖലാ തലത്തിൽ താഴെത്തട്ടിലെ സമ്മേളനങ്ങളാണ് വർക്കിംഗ് ഡേയിൽ നടത്തുന്നത്. അങ്ങനെ നടത്തുന്നത് തന്നെ പ്രതിനിധികളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു ഓഫീസിൻ്റെയും പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലാണ് ഞങ്ങളത് നടത്തുന്നത്. ശരി.